വിശദീകരിച്ച കാര്യത്തിലേക്ക് തന്നെ കുറെ കൂടി വൈഡായിട്ട് നമ്മൾ വരികയാണ്. വി.ഡി. സതീശനായി തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധങ്ങളിൽ ഹൈക്കമാൻഡിന് അതൃപ്തി. സതീശനെയും രമേശ് ചെന്നിത്തലയെയും ഡൽഹിക്ക് വിളിപ്പിക്കും. നിരീക്ഷകരുടെ റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിക്കും. സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ AICC പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. പ്രവർത്തക സമിതി അംഗം ശശി തരൂർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. SD ധനസുമോദും സുനിൽ ഐസക്കും ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആദ്യം സുമോദിലേക്ക്. സുമോദ്, ഇന്നലെ ഇപ്പോൾ MLA-മാരുടെ അഭിപ്രായങ്ങൾ എടുത്തു, ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ എടുത്തു, മുതിർന്ന നേതാക്കളുടെ ഒക്കെ മനസ്സറിഞ്ഞു. AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയുള്ള ഹൈക്കമാൻഡിന്റെ നീക്കങ്ങളാണ് അറിയേണ്ടത്. നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചയോടുകൂടി തീരുമാനമാകുമെന്ന സൂചനകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. അങ്ങനെ ഞായറാഴ്ചയോടുകൂടി ഒരു പ്രഖ്യാപനം നടത്താൻ പോകുന്ന രീതിയിൽ തന്നെയാണോ ഡൽഹിയിലെ നീക്കങ്ങൾ നടക്കുന്നത്? എത്രയും വേഗം ഈ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്നുള്ളൊരു തീരുമാനം തന്നെയാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലാണ്. ഈ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ഇന്നലെ വൈകിട്ട് ശശി തരൂരെത്തി. അദ്ദേഹം സ്ഥിതിഗതികൾ സമർപ്പിച്ചിരുന്നു. അദ്ദേഹവുമായി മല്ലികാർജ്ജുന ഖാർഗെയുമായി സംസാരിച്ചിരുന്നു. കാരണം ഈ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിജയിച്ചതിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനെ ചൊല്ലിയുള്ള തർക്കം വലിയ തരത്തിലുള്ള അവമതിപ്പിലേക്ക് പോകുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ശശി തരൂർ ഇന്നലെ മല്ലികാർജ്ജുന ഖാർഗെയെ അറിയിച്ചത്. ഈ ഘടകകക്ഷി നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതിന് ശേഷമാണ് നിരീക്ഷകരായ മുഗൾ വാസനിക്കും അജയ് മാക്കനും ഡൽഹിയിൽ എത്തിയിരിക്കുന്നത്. അവർ ഒരു 12 മണിയോടുകൂടി മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അവർ എത്താൻ വേണ്ടിയാണ് ഈ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയുടെ മുന്നിൽ കാത്തു നിൽക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത, ഈ പ്രത്യേക ഒരു ഫോർമുല തയ്യാറാക്കിക്കൊണ്ട് ഈ നേതാക്കന്മാർക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്ത തരത്തിലുള്ള ഒരു പരിഹാരത്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരാളെ മുഖ്യമന്ത്രി, മറ്റൊരാൾ ആഭ്യന്തരമന്ത്രി, അടുത്ത ആൾ ധനകാര്യമന്ത്രി, കൂടാതെ ഏതെങ്കിലും കനപ്പെട്ട മറ്റു വകുപ്പുകൾ കൂടി അതിനൊപ്പം നൽകുക എന്നുള്ള ഒരു ആശയം കൂടിയുണ്ട്. ഉദാഹരണത്തിന് ധനകാര്യം, തുറമുഖം, ലോ തുടങ്ങിയ ഈ 3 വകുപ്പുകൾ ചേർത്ത് ഒറ്റ പാക്കേജായിട്ട് നൽകുക എന്നുള്ള രീതിയിലുണ്ട്. ഏതായാലും ഈ MLA-മാരുടെ പിന്തുണ, നിയുക്ത MLA-മാരുടെ പിന്തുണയാണ് ഇവർ ആദ്യം. ഞാൻ തിരികെ എത്താം. NP ചെക്കുട്ടി, രാഷ്ട്രീയ നിരീക്ഷകൻ നമ്മോടൊപ്പം. ശ്രീ NP ചെക്കുട്ടി, ഇതിനകത്ത് അണികൾ മാത്രമേ V.D. സതീശനൊപ്പം ഉള്ളൂ എന്ന് വെച്ചാൽ പട നയിച്ചവനും അധ്വാനിച്ചവനും വിയർപ്പൊഴുക്കിയവനും നയിക്കട്ടെ എന്ന ആവശ്യം അണികളുടെ പക്കൽ മാത്രമേ ഉള്ളൂ. MLA-മാർ മുഴുവൻ KC-ക്കൊപ്പമാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് കോൺഗ്രസിനകത്തുള്ള ഈ ആഭ്യന്തരമായ രാഷ്ട്രീയത്തിന് ജനതാല്പര്യങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല. യഥാർത്ഥത്തില് MLA-മാരായിട്ട് വരുന്ന ആളുകൾ അവര് ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രമാണ് ചിന്തിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു ദീർഘകാല പാരമ്പര്യമാണ്. പാർട്ടിയോടല്ല, ഗ്രൂപ്പിനോടും ഗ്രൂപ്പ് നേതാക്കളോടുമാണ് അവർക്ക് കൂറുള്ളത്. ഇത് കരുണാകരൻ ആന്റണി കാലത്തിന് ശേഷം കുറേയൊക്കെ മാറി പാർട്ടിയിൽ ഒരു വിശ്വാസം അർപ്പിക്കുന്ന രീതി ഉണ്ട് എന്നാണ് ജനങ്ങൾ കരുതിയത്. പക്ഷെ നിർഭാഗ്യവശാൽ അതിനപ്പുറമുള്ള താല്പര്യങ്ങളാണ് അവരെ നയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മിക്കവാറും അതിനകത്തുള്ള ഏറ്റവും നല്ല, നമ്മൾ വിശ്വസിച്ചിട്ടുള്ള ഏറ്റവും ബഹുമാന്യതയുള്ള പല നേതാക്കൾ പോലും അത് തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ ആ സാഹചര്യത്തിൽ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി ഇനിയുള്ള കാലത്ത് ഒരു BJP പോലുള്ളൊരു ശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളി കേരളത്തിൽ ഉയർന്നു വരുമ്പോഴും അതിനനുസരിച്ച് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഐക്യം പുലർത്താൻ, രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ പുലർത്താൻ അവർക്ക് കഴിയാനിടയില്ല എന്ന വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഇത് വരുത്തുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എനിക്ക് തോന്നുന്നത്. മുഖ്യമന്ത്രിയായിട്ട് കോൺഗ്രസിന് ആര് വന്നു കഴിഞ്ഞാൽ കേരളത്തിന് വലിയ പ്രശ്നമൊക്കെ. ഭാവിയിൽ കേരളത്തില് ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ആയിട്ട് CPM എന്ന പാർട്ടി തകരുമ്പോൾ പകരം ഉയർന്നു വരേണ്ട കോൺഗ്രസ് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ പരാജയപ്പെടുകയാണ് എന്നുള്ള വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ഉയർന്നു വരുന്നത്. ശരി, നന്ദി ശ്രീ NP ചെക്കുട്ടി പ്രതികരിച്ചത്. വീണ്ടും സുമോദിലേക്ക്. സുമോദ്, ഇന്നലെ അണികൾ V.D. സതീശന് വേണ്ടി പലയിടങ്ങളിലായി തെരുവിലിറങ്ങുന്നത് നമ്മൾ കണ്ടു. അത് പക്ഷേ ഒരു നിർഭാഗ്യകരമായ സംഭവമായി പോയി എന്ന് വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ക്ലീൻ മാൻഡേറ്റ് കിട്ടിയിട്ട് പോലും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള തർക്കത്തിലേക്ക് പോകുന്നു, അണികൾക്ക് തെരുവിലിറങ്ങേണ്ടി വരുന്നു. അങ്ങനെ ഒരു സാഹചര്യം സംജാതമായത് എങ്ങനെയെന്ന കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരു അന്വേഷണം നടത്തുന്നുണ്ടോ? ഒപ്പം ഈ രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് താഴെയൊക്കെ കുമിഞ്ഞുകൂടിയ V.D. സപ്പോർട്ട് എന്ന് വെച്ചാൽ 142K കമൻസൊക്കെയാണ് അതിനകത്ത് നമ്മൾ കാണുന്നത് കഴിഞ്ഞ 2 പോസ്റ്റുകളിലും. അപ്പോൾ ഈ രീതിയിൽ സതീഷിന് വേണ്ടിയുള്ള
വലിയ തോതിലുള്ള മുറവിളിയെ എങ്ങനെയായിരിക്കും ഹൈക്കമാൻഡ് എടുക്കാൻ പോകുന്നത്? അതായത് ഈ മുഖ്യമന്ത്രി ആവശ്യവുമായി തെരുവിലേക്ക് ഇറങ്ങുന്നത് ഒരു കാരണവശാലും അത് ശരിയായ കാര്യമല്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് ഹൈക്കമാൻഡുള്ളത്. കാര്യം ചേരിതിരിഞ്ഞ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പോരാടുന്നത് ഈ ജനം നൽകിയിരിക്കുന്ന ഇത്രയും വലിയ ഒരു മാൻഡേറ്റ് അതിനെ ഒരു അപഹസിക്കുന്ന തരത്തിലായി പോകും എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഈ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുക, പ്ലക്കാർഡ് ഉയർത്തുക തുടങ്ങിയ കാര്യങ്ങളുമായി പരസ്പരം നേതാക്കന്മാർക്ക് വേണ്ടി പോരാടുന്നത് ഒരിക്കലും ശരിയല്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇത്തരത്തിലുള്ള ഒരു വികാരം, അതായത് വി ഡി സതീശന് അനുകൂലമായിട്ടുള്ള വികാരം പല കോണുകളിൽ നിന്നും ഉയരുന്നത് കണ്ടില്ലെന്ന് നടിക്കാൻ ഹൈക്കമാൻഡിനായിട്ടില്ല. മാത്രമല്ല ഒരു ഷാഡോ സംഘത്തിൻ്റെ ഒരു വികാരം പ്രത്യേകമായി മനസ്സിലാക്കുന്ന ഒരു സംഘത്തിന് നിരീക്ഷകർക്ക് പുറമെ അവർ അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഒരു ഫീഡ്ബാക്ക് കൂടി ഈ നിരീക്ഷകർ കൂടാതെയുള്ള ഷാഡോ സംഘത്തിൻ്റെ ഒരു ഫീഡ്ബാക്ക് കൂടി AICC എടുക്കും. അതിനുശേഷമായിരിക്കും തീരുമാനമുണ്ടാകുന്നത്. ഇപ്പോൾ പ്രവർത്തക സമിതി അംഗങ്ങളുടെ അഭിപ്രായം അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള പ്രവർത്തക സമിതി അംഗങ്ങളുടെ അഭിപ്രായമാണ് പ്രധാനമായും നിരീക്ഷകർ ഏറ്റെടുക്കുന്നത്. ഈ നിരീക്ഷകരുടെ അഭിപ്രായം കൂടാതെ മല്ലികാർജുന ഖാർഗെയെ കണ്ട് ഇപ്പോൾ ശശി തരൂർ അദ്ദേഹം VD സതീശന് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് VD സതീശന് വേണ്ടിയുള്ള ഒരു അനുകൂലമായ തരംഗമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് മറിച്ചൊരു തീരുമാനത്തിലേക്ക് പോകരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് ശശി തരൂർ ഖാർഗെയുടെ മുമ്പാകെ വെച്ചിരിക്കുന്നത്. യെസ്, അപ്പോൾ ശശി തരൂരും VDക്ക് അനുകൂലമായി രംഗത്ത് വന്നിരിക്കുന്നു. AICC പ്രവർത്തക സമിതി അംഗങ്ങളുടെയൊക്കെ അഭിപ്രായം തേടുന്നുണ്ട് നിലവിൽ ഹൈക്കമാൻഡ്. ശശി തരൂർ VDക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി കൂടിയാണ്. സുനിൽ ഐസക് നമ്മോടൊപ്പം തുടരുന്നുണ്ട്. സുനിൽ, ഇന്നലെ പലയിടങ്ങളിലായി പരക്കെ VDക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യ പ്രകടനങ്ങളോ പിന്തുണർപ്പിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന് തുടർച്ച ഇന്നും ഉണ്ടാകും എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ അത് ഏതൊക്കെ ഭാഗങ്ങളിലായിരിക്കും? ഒപ്പം ഈ പ്രകടനങ്ങളും ഐക്യദാർഢ്യവും പിന്തുണയും ഒക്കെയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഈ ഓട്ട മത്സരത്തിൽ വേണ്ടത് എന്ന് മൂന്ന് നേതാക്കളും വിചാരിക്കുമ്പോൾ പരസ്യമായതൊരു ഏറ്റുമുട്ടലിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടിയുണ്ട്. അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നേതൃത്വം നടത്തുന്നുണ്ടോ? എന്തായാലും കേരളത്തിലെ നിലവിലെ സാഹചര്യം, ജനമനസ് എന്താണ് തുടങ്ങിയവയൊക്കെ അറിയുന്നതിനായി AICC ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അവർ തിരുവനന്തപുരത്ത് എത്തിയെന്നാണ് ഞാൻ അറിയുന്നത്. അതൊരു PR ഏജൻസിയാണ്, അല്ലാതെ ഈ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒഫീഷ്യൽ നേതാക്കളല്ല. ഒരു ഏജൻസിയാണ്. ആ ഏജൻസി തിരുവനന്തപുരത്ത് എത്തി നിലവിൽ ഇവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ, ഒരു ജനങ്ങളുടെ ഒരു വൈബ് എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ, ജനങ്ങൾ ആർക്കൊപ്പമാണ് നിൽക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ ആരായുന്നത്. മാത്രമല്ല ഇവിടെ നടക്കുന്ന പ്രതിഷേധങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ AICCക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ട് കൂടി AICC പരിഗണിക്കുമെന്ന വിവരം കൂടി നമുക്ക് പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഇന്നലെ മാത്രമല്ല ഇന്നും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ VD സതീശന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രകടനങ്ങളോ കൂട്ടായ്മകളോ ഒക്കെ സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വൈകിട്ട് തിരുവനന്തപുരത്ത് അത്തരമൊരു പരിപാടിയുണ്ട്, മലപ്പുറത്തുണ്ട്, തൃശ്ശൂരിലുണ്ട്, അങ്ങനെ പലയിടങ്ങളിലും അത്തരം പരിപാടികളുണ്ട്. ഇന്നലെ രാത്രി പലയിടങ്ങളിലും സംസ്ഥാനത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച പോലും നമ്മൾ കണ്ടിരുന്നു. മാത്രമല്ല KC വേണുഗോപാലിനെ പിന്തുണച്ച് രംഗത്തെത്തിയ ചില MLA-മാർക്കെതിരെ ചില സ്ഥലങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ തോതിൽ ഒരു ജനങ്ങൾ VD സതീശന് വേണ്ടി സജീവമായി രംഗത്തേക്ക് വരുന്നു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വലിയ തോതിൽ ലക്ഷക്കണക്കിന് 1.5 ലക്ഷത്തോളം കമൻറ്റുകളാണ് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റിന് താഴെ മാത്രം VD സതീശന് വേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ VDക്ക് അനുകൂലമായി ഒപ്പം ഈ ഘടകകക്ഷികളുടെ നേതാക്കളൊക്കെ ഇന്നലെ MLA-മാർ ആർക്കൊപ്പം നിന്നു എന്ന് തെളിയിക്കുന്ന ഒരു പേപ്പർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആ പേപ്പറിനകത്ത് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് KCക്കൊപ്പം നിന്ന ഒരാൾ KPC അധ്യക്ഷൻ മാത്രമല്ലേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകളൊക്കെ ഏറെക്കുറെ KCക്കൊപ്പം തന്നെ നിൽക്കുമെന്ന് നമ്മൾ കരുതിയിരുന്ന ആളുകളാണ്. അതിനൊക്കെ അപ്പുറത്ത് VD സതീശൻ ഇപ്പോഴും പറയുന്നുണ്ട് 35-ൽ കൂടുതൽ പേരുടെ പിന്തുണയുണ്ടെന്ന്. അത് ഉറപ്പിച്ച് തന്നെ അക്കാര്യം ഉറപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ അത്തരം വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ സുനിലിന്? ആ കാര്യങ്ങളിൽ നമുക്കൊരു ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം അനുസരിച്ചാണെങ്കിൽ MLA-മാരുടെ കൂടുതൽ പിന്തുണ KC വേണുഗോപാൽ തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം
കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ആളുകളായിരുന്നു ഭൂരിഭാഗവും മത്സരരംഗത്തുണ്ടായിരുന്നത്. ജയിച്ചു വന്നവരിൽ ഭൂരിഭാഗവും കെ സി അനുകൂലിക്കുന്നവരാണ്. ഇപ്പോൾ ഈ സണ്ണി ജോസഫ് മാത്രമല്ല, ടി സിദ്ദിഖ് അടക്കമുള്ള ആളുകളൊക്കെ കെ സിക്ക് വേണ്ടി സജീവമായി വരുന്നു എന്നൊരു സാഹചര്യം, അതും ഒരു അസാധാരണമായ സാഹചര്യമായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. എന്തായാലും സണ്ണി ജോസഫ് പുറത്തു പറഞ്ഞത് താൻ കെ പി സി അധ്യക്ഷനാണ്, താൻ ആരുടെയും കൂടെ നിൽക്കില്ല, നിഷ്പക്ഷമായി നിൽക്കുള്ളൂ എന്നാണ് അദ്ദേഹം പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ അകത്ത് കെ സിക്ക് വേണ്ടി കൂടെ നിന്നു. തീർച്ചയായും അതാണ് അതിനകത്തൊരു വിരോധാഭാസം. കെ പി സി അധ്യക്ഷൻ എന്ന നിലയ്ക്ക് താൻ ആരെയും പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞ സണ്ണി ജോസഫ് പക്ഷേ അവിടെ ഉള്ളിൽ എത്തി അഭിപ്രായം പറഞ്ഞപ്പോൾ പക്ഷേ അത് കെ സിക്ക് വേണ്ടിയായിരുന്നു. അത് നേരത്തെ കെ സുധാകരൻ അടക്കമുള്ള ആളുകളും കെ സിക്കെതിരെ നിലപാടെടുത്ത ആളുകളാണ്. സുധാകരനൊക്കെ നമ്മൾ കണ്ടു, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കെ സിക്ക് വേണ്ടി പരസ്യമായി പ്രവർത്തനം നടത്തുന്ന കാഴ്ച പോലും നമ്മൾ കണ്ടു. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കെ മുരളീധരൻ, വി എം സുധീരൻ, ശശി തരൂർ തുടങ്ങിയ പ്രധാനപ്പെട്ട ചില നേതാക്കൾ അവർ പൂർണ്ണമായും വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന തരത്തിലുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നുണ്ട്. അതവർ AICC അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ, ഒപ്പം ഈ ജനങ്ങളുടെ ഒരു പിന്തുണ. അപ്പോൾ മുതിർന്ന നേതാക്കൾ, എ കെ ആന്റണിയുടെ കാര്യം അറിയില്ല, വി എം സുധീരൻ, ഒപ്പം തന്നെ ശശി തരൂർ അടക്കമുള്ള നേതാക്കളുടെയൊക്കെ പിന്തുണ നിലവിൽ വി ഡി സതീശനുണ്ട്. പക്ഷെ കൂടുതൽ MLA മാരുടെ പിന്തുണ കെ സി വേണുഗോപാലിനുണ്ട്.